നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ധൈര്യമായി മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മൾ ഒറ്റക്കായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇവിടെ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്. ഇവിടെ സെർച്ച് ചെയ്യുന്നതിൽ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് യോഗയാണോ അല്ലെങ്കിൽ ജിം ആണോ ഏറ്റവും നല്ലത് ഞാൻ സെർച്ച് ചെയ്യാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ് ജിം ഓർ യോഗ വിച്ച് ഈസ് ബെറ്റർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ടൈപ്പിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ താഴെ വരുന്നുണ്ട്. താഴെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈറ്റ് പോകുന്നത് വേറെ ഏതെങ്കിലും സൈറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അതിലുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള ഫോട്ടോസോ ഇമേജസോ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നമ്മൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വീഡിയോസിലേക്കൊക്കെ പോവാം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അടിപൊളി മാർഗ്ഗം നമ്മുടെ ഫോണിലുണ്ട്. ഇവിടെ കണ്ടില്ലേ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ലേ? ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് സെർച്ച് ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവസി ആൻഡ് സേഫ്റ്റി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സേഫ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സേഫ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ ഒന്ന് രണ്ട് സെറ്റിംഗ്സ് ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ആ സേവ് സെർച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. സേഫ് സെർച്ചിലാണ്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ 3 ഓപ്ഷൻസ് വരുന്നതിൽ ആദ്യത്തെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് ഫിൽറ്റർ ചെയ്യും. അതായത് നമുക്ക് വരുന്ന വീഡിയോസ് അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ അത് ഫിൽറ്റർ ആവും. പിന്നെ നിങ്ങൾക്ക് വരുന്ന കണ്ടന്റുകൾ, അതിൽ വരുന്ന ടെക്സ്റ്റുകൾ കാര്യങ്ങളെല്ലാം അനാവശ്യമായിട്ടുള്ളതാണ്, അത് ഫിൽറ്റർ ആവും. അങ്ങനെ മൊത്തത്തിൽ ഫിൽറ്റർ ആവുന്നതാണ് നമുക്ക് ഫസ്റ്റ് വൺ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. രണ്ടാമത് വരുന്നത് ബ്ലറാണ്. ബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം, പക്ഷേ അതിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇമേജസ് കാര്യങ്ങളെല്ലാം ബ്ലർ ആയിട്ടാണ് കാണിക്കുക. ഇനി അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട താഴെയായിട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാം നമുക്ക് സാധാരണ കാണുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് സാധാരണ എല്ലാം ഓഫിലായിരിക്കും കിടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് നോക്കുക. നമ്മൾ കാണുന്ന സമയത്ത് ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വന്നിട്ട് നമുക്ക് ഇമേജസും വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലർ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഏറ്റവും മുകളിലുള്ള ഫിൽറ്റർ ആണ് വേണ്ടതെങ്കിൽ ഏറ്റവും നല്ലത് ഫിൽറ്റർ ആയിരിക്കും. ആ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് നമുക്ക് വരാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ ആണെങ്കിലും ഫോൺ കൊടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്.